ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജീവശാസ്ത്രം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിൽ നിന്നും ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. മനുഷ്യ ശരീരത്തിലെ നാഡികളുടെ എണ്ണം എത്രയാണ്? 43 ജോഡി. മനുഷ്യ ശരീരത്തിലെ നാഡികളുടെ എണ്ണം 43 ജോഡിയാണ്. ഇതിൽ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളുമാണ്. മനുഷ്യ ശരീരത്തിൽ ആകെ 43 ജോഡി നാഡികളാണുള്ളത്. ഇതിൽ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളുമാണ് ഉള്ളത്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നാഡീകോശം അഥവാ ന്യൂറോണാണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നാഡീകോശം അഥവാ ന്യൂറോണാണ്. നാഡികളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് ആവേഗങ്ങൾ. നാഡികളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് ആവേഗങ്ങൾ എന്നറിയപ്പെടുന്നത്. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നത് ആക്സോൺ ആണ്. കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നത് ആക്സോൺ ആണ്. ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന മയലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ തിളങ്ങുന്ന വെള്ള നിറമുള്ള സ്ഥലമാണ് മയലിൻ ഷീത്ത്. ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന മയലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ തിളക്കമുള്ള വെള്ള നിറമുള്ള സ്ഥലമാണ് മയലിൻ ഷീത്ത്. കോശശരീരത്തിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നാഡീകോശ ഭാഗമാണ് ഡെൻഡ്രോൺ. കോശശരീരത്തിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നാഡീകോശത്തിൻ്റെ ഭാഗമാണ് ഡെൻഡ്രോൺ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാഡി സംവേദനാഡിയാണ്. സംവേദനാഡിക്ക് ഉദാഹരണമാണ് നേത്രനാഡി. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാഡി ഏതാണ്? സംവേദനാഡിയാണ്. സംവേദനാഡിക്ക് ഉദാഹരണം നേത്രനാഡിയാണ്. മസ്തിഷ്കം, സുഷുമ്ന എന്നിവിടങ്ങളിൽ നിന്നും സന്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡി ഏതാണ്? പ്രേരകനാഡിയാണ്. പ്രേരകനാഡിക്ക് ഉദാഹരണമാണ് 11-ാം ശിരോനാഡി. മസ്തിഷ്കം, സുഷുമ്ന എന്നിവിടങ്ങളിൽ നിന്നും സന്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡി ഏതാണ്? പ്രേരകനാഡിയാണ്. പ്രേരകനാഡിക്ക് ഉദാഹരണം 11-ാം ശിരോനാഡിയാണ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡി ഏതാണ്? വാഗസ് നാഡിയാണ്. വാഗസ് നാഡിക്ക് ഉദാഹരണം 10-ാം ശിരോനാഡിയാണ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡി വാഗസ് നാഡിയാണ്. വാഗസ് നാഡിക്ക് ഉദാഹരണമാണ് 10-ാം ശിരോനാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ്? സയാറ്റിക് നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി ഏതാണ്? വാഗസ് നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി വാഗസ് നാഡിയാണ്. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ്? ഓക്യുലോ മോട്ടോർ നാഡി. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഓക്യുലോ മോട്ടോർ നാഡിയാണ്. ശരീര തുലന നിലയുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ്? വെസ്റ്റിബുലാർ നാഡി. ശരീര തുലന നിലയുമായി ബന്ധപ്പെട്ട നാഡി വെസ്റ്റിബുലാർ നാഡിയാണ്. ആക്സോണിനെ വലയം ചെയ്യുന്ന ഭാഗം ഏതാണ്? ശ്വാൻ കോശം. ആക്സോണിനെ വലയം ചെയ്യുന്ന ഭാഗമാണ് ശ്വാൻ കോശം. മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന നാഡീതന്തുക്കളുടെ കൂട്ടം അറിയപ്പെടുന്നത് ഗാംഗ്ലിയോൺ എന്ന പേരിലാണ്. മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന നാഡീതന്തുക്കളുടെ കൂട്ടം ഏതാണ്? ഗാംഗ്ലിയോൺ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം എത്രയാണ്? 8 വയസ്സ്. മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സാണ്.
മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം എത്രയാണ്? 1300 ഗ്രാം മുതൽ 1400 ഗ്രാം വരെ. ഇത് കിലോഗ്രാമിലാണെങ്കിൽ 1.3 കിലോഗ്രാം മുതൽ 1.4 കിലോഗ്രാം എന്നും പറയാം. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം 1300 ഗ്രാം മുതൽ 1400 ഗ്രാം വരെയാണ്. കിലോഗ്രാമിൽ 1.3 കിലോഗ്രാം മുതൽ 1.4 കിലോഗ്രാം വരെ. മനുഷ്യൻ്റെ തലയോട്ടിയിലുള്ള കട്ടിയുള്ള ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? സ്കാൽപ്പ്. മനുഷ്യൻ്റെ തലയോട്ടിയിലുള്ള കട്ടിയുള്ള ഭാഗമാണ് സ്കാൽപ്പ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം ഏതാണ്? കപാലം. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം. കപാലത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ക്രാനിയോളജി. കപാലത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രാനിയോളജി എന്നാണ്. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഫ്രീനോളജി. കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ ഫ്രീനോളജിയാണ്. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 8. കപാലത്തിൽ ഉള്ള അസ്ഥികളുടെ എണ്ണം 8 ആണ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളിയുള്ള ആവരണം ഏതാണ്? മെനിഞ്ചസ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണം മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിൻ്റെ മസ്തിഷ്ക അറകളിലും ആന്തരപാളികളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിൻ്റെ മസ്തിഷ്ക അറകളിലും ആന്തരപാളികളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതുമൊക്കെ സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്ങേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്ങേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ്. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം സെറിബ്രമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബ്രമാണ്. തലയ്ക്ക് ക്ഷതമേറ്റ ആളുടെ സംസാരശേഷി തകരാറിലാകാൻ കാരണമെന്താണ്? സെറിബ്രത്തിന് കേടുപറ്റുന്നത് മൂലം. തലയ്ക്ക് ക്ഷതമേറ്റ ആളുടെ സംസാരശേഷി തകരാറിലാകാൻ കാരണം സെറിബ്രത്തിന് കേടുപറ്റുന്നത് മൂലമാണ്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രോക്കാസ് ഏരിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിൻ്റെ ഭാഗം ബ്രോക്കാസ് ഏരിയയാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലോങ്ങേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലോങ്ങേറ്റയാണ്. ശരീരത്തിൻ്റെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലോങ്ങേറ്റ.
ശരീരത്തിൻ്റെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലോംഗേറ്റയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോംഗേറ്റയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോംഗേറ്റയാണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം തലാമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോ തലാമസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ് ആണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോ തലാമസ് ആണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ് ആണ്. സുഷുമ്ന നാഡിയുടെ നീളം എത്രയാണ്? 45 സെൻറ്റിമീറ്റർ. സുഷുമ്ന നാഡിയുടെ നീളം 45 സെൻറ്റിമീറ്റർ ആണ്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്നയാണ്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്നയാണ്. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്ന രോഗം ഏതാണ്? അപസ്മാരം അഥവാ എപ്പിലെപ്സി. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്ന രോഗമാണ് അപസ്മാരം അഥവാ എപ്പിലെപ്സി. സ്മൃതിനാശരോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? അൾഷിമേഴ്സ്. സ്മൃതിനാശരോഗം എന്നറിയപ്പെടുന്നത് അൾഷിമേഴ്സ് ആണ്. അൾഷിമേഴ്സ് രോഗത്തിൻ്റെ കാരണങ്ങളിലൊന്ന് ശരീരത്തിൽ ഏത് ലോഹത്തിൻ്റെ അധിക സാന്നിധ്യമാണ്? അലുമിനിയം. അൾഷിമേഴ്സ് രോഗത്തിൻ്റെ കാരണങ്ങളിലൊന്ന് ശരീരത്തിൽ അലുമിനിയത്തിൻ്റെ അധിക സാന്നിധ്യമാണ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം പാർക്കിൻസൺസ് ആണ്. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ടപിടിക്കുന്നത് മൂലം രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ടപിടിക്കുന്നത് മൂലം രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പോളിയോമൈലറ്റിസ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പോളിയോമൈലറ്റിസ്. ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുകയോ പ്രതികരണശേഷി ഇല്ലാതാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് തളർവാദം അഥവാ പരാലിസിസ്. ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുകയോ പ്രതികരണശേഷി ഇല്ലാതാകുകയോ ചെയ്യുന്ന അവസ്ഥയാണ് തളർവാദം അഥവാ പരാലിസിസ്. CT സ്കാനിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കമ്പ്യൂട്ടഡ് ടോമോഗ്രാഫി സ്കാൻ. CT സ്കാനിൻ്റെ പൂർണ്ണരൂപം കമ്പ്യൂട്ടഡ് ടോമോഗ്രാഫി സ്കാൻ എന്നാണ്. CT സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രെ ഹൗൺസ്ഫീൽഡ് ആണ്. MRI സ്കാനിൻ്റെ പൂർണ്ണരൂപം എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. MRI സ്കാനിൻ്റെ പൂർണ്ണരൂപം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ്. MRI സ്കാൻ കണ്ടുപിടിച്ചത് റെയ്മണ്ട് ഡമാഡിയൻ ആണ്. EEGയുടെ പൂർണ്ണരൂപം എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം. EEGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നാണ്. EEG കണ്ടുപിടിച്ചത് ഹാൻസ് ബെർജർ ആണ്. EEG കണ്ടുപിടിച്ച ആരാണ്? ഹാൻസ് ബെർജർ. പേവിഷബാധ ബാധിക്കുന്ന നാഡീവ്യൂഹം ഏതാണ്? കേന്ദ്ര നാഡീവ്യൂഹം. പേവിഷബാധ ബാധിക്കുന്നത് കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ്. മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധനയാണ് CSF പരിശോധന. CSF പരിശോധന എന്നതിൻ്റെ പൂർണ്ണരൂപം സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പരിശോധന എന്നാണ്. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിൻ്റെ തകരാറാണ് ഡിസ്ലെക്സിയ. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിൻ്റെ തകരാറാണ് ഡിസ്ലെക്സിയ. ഇത് ചില ജീവികളുടെ തലച്ചോറിൻ്റെ ഭാരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്പെയിൻ വെയിൻ, അതായത് നീലത്തിമിംഗലത്തിൻ്റെ 7800 ഗ്രാമാണ്. ആനയുടെ 5000 ഗ്രാം. ഡോൾഫിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം 1700 ഗ്രാം.
മനുഷ്യൻ്റെ 1400 ഗ്രാം. അത് നമ്മൾ പഠിച്ചു. മനുഷ്യൻ്റെ 1300 മുതൽ 1400 ഗ്രാം വരെ ആയിരിക്കും മസ്തിഷ്കത്തിൻ്റെ ഭാരമെന്ന് പഠിച്ചു. പശു 500 ഗ്രാം, ചിമ്പാൻസി 420 ഗ്രാം, നായ 72 ഗ്രാം, പൂച്ച 30 ഗ്രാം, മൂങ്ങ 2.2 ഗ്രാം. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏതാണ്? സ്പേം വെയിലാണ്. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി സ്പേം വെയിലാണ്, നീലത്തിമിംഗലം. കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏതാണ്? ആന. കരയിൽ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ആനയാണ്. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം ഹാർവി. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹാർവിയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവയാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെമറ്റോളജി എന്നാണ്. ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. ദ്രാവക രൂപത്തിലുള്ള സംയോജക കല രക്തമാണ്. രക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7.4. രക്തത്തിൻ്റെ pH മൂല്യം 7.4 ആണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 5 മുതൽ 6 ലിറ്റർ വരെ. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5 മുതൽ 6 ലിറ്റർ വരെയാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഗ്ലൂക്കോസ് ആണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ്. രക്തത്തിൻ്റെ എത്ര ശതമാനം ഭാഗമാണ് രക്തകോശങ്ങൾ ഉള്ളത്? 45%. രക്തത്തിൻ്റെ എത്ര ശതമാനം ഭാഗമാണ് രക്തകോശങ്ങളുള്ളത്? 45%. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശമാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതെന്ന് ചോദിച്ചാൽ വൃക്കയാണ്. ഇത് തമ്മിൽ തെറ്റിപ്പോകാൻ പാടില്ല. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശമാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം വൃക്കയുമാണ്. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് എത്ര ശതമാനമാണ്? 55%. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് 55%. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മയിൽ. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. പ്ലാസ്മയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ്. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഗ്ലോബുലിനാണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിനാണ്. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജനാണ്. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലാണ്. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശങ്ങൾ അരുണ രക്താണുക്കളാണ്. അരുണ രക്താണുക്കൾ തന്നെയാണ് ചുവന്ന രക്താണുക്കളും. അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ് എന്നാണ്. രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശങ്ങൾ അരുണ രക്താണുക്കളാണ്. അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ് എന്നാണ്. ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം ഏതാണ്? അരുണ രക്താണുക്കൾ അഥവാ ചുവന്ന രക്താണുക്കൾ. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം അരുണ രക്താണുക്കളാണ്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള രക്തകോശം ഏതാണ്? അരുണ രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള രക്തകോശം അരുണ രക്താണുക്കളാണ്. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസമാണ്. അരുണ രക്താണുക്കളുടെ ആകൃതി എന്താണ്? ഡിസ്ക് ആകൃതിയാണ്. അരുണ രക്താണുക്കളുടെ ആകൃതി ഡിസ്ക് ആകൃതിയാണ്.
മുതിർന്ന ഒരു വ്യക്തിയുടെ 1 ഘന മില്ലി ലിറ്റർ രക്തത്തിൽ എത്ര ചുവന്ന രക്താണുക്കൾ ഉണ്ടാകും? 5 മില്യൺ മുതൽ 5.5 മില്യൺ വരെ. മുതിർന്ന ഒരു വ്യക്തിയുടെ 1 ഘന മില്ലി ലിറ്റർ രക്തത്തിൽ 5 മില്യൺ മുതൽ 5.5 മില്യൺ വരെ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകും. മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? അരുണ രക്തകോശവും പ്ലേറ്റ്ലെറ്റും. മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ അരുണ രക്തകോശങ്ങളും പ്ലേറ്റ്ലെറ്റുകളുമാണ്. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവി ഏതാണ്? ഒട്ടകം. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവി ഒട്ടകമാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിനാണ്. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ധാതു ഏതാണ്? ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ധാതു ഇരുമ്പാണ്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണ്? 100 മില്ലി ലിറ്റർ രക്തത്തിൽ 12 മുതൽ 16 വരെ ഗ്രാമാണ് മനുഷ്യ ശരീരത്തിൽ ഈ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ്. 100 മില്ലി ലിറ്റർ രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം വരെയാണ് ഹീമോഗ്ലോബിൻ്റെ അളവ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹീമോഗ്ലോബിനോമീറ്റർ. ഹീമോഗ്ലോബിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോഗ്ലോബിനോമീറ്റർ. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? കരൾ, പ്ലീഹ. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ചാണ്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹ. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയ അഥവാ വിളർച്ച. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ അഥവാ വിളർച്ച. ശരീരത്തിലെ പോരാളി, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന രക്താണുക്കൾ ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കൾ തന്നെയാണ് വെളുത്ത രക്താണുക്കൾ എന്ന പേരിലും അറിയപ്പെടുന്നത്. ശരീരത്തിലെ പോരാളി, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കൾ തന്നെയാണ് വെളുത്ത രക്താണുക്കളെന്നും അറിയപ്പെടുന്നത്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്താണുക്കൾ ഏതാണ്? ശ്വേതരക്താണുക്കൾ. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്താണുക്കൾ ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? ലൂക്കോസൈറ്റ് എന്നാണ്. ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ് എന്നാണ്. ഏറ്റവും വലിയ രക്താണു ഏതാണ്? ശ്വേതരക്താണുവാണ്. ഏറ്റവും വലിയ രക്താണു ശ്വേതരക്താണുവാണ്. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റാണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംബോസൈറ്റുമാണ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റും ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംബോസൈറ്റുമാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന രക്താണു ഏതാണ്? മോണോസൈറ്റ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന രക്താണു മോണോസൈറ്റാണ്. എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ലിംബോസൈറ്റ്. എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ലിംബോസൈറ്റാണ്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ബേസോഫിൽ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു ബേസോഫിലാണ്. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമേതാണ്? രക്താർബുദം അഥവാ ലുക്കീമിയ. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം അഥവാ ലുക്കീമിയ. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമേതാണ്? ലുക്കോപീനിയ. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ശ്വേതരക്താണു ഏതാണ്? ലിംബോസൈറ്റാണ്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ശ്വേതരക്താണു ലിംബോസൈറ്റാണ്. ഏറ്റവും ചെറിയ രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. ഏറ്റവും ചെറിയ രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യനിൽ 1 ഘന മില്ലി ലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്ന ശ്വേതരക്താണുക്കളുടെ എണ്ണം എത്രയാണ്?
6000 മുതൽ 8000 വരെ. ആരോഗ്യവാനായ ഒരു മനുഷ്യനിൽ 1 ഘന മില്ലി ലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്ന ശ്വേതരക്താണുക്കളുടെ എണ്ണം 6000 മുതൽ 8000 വരെയാണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യനിൽ 1 ഘന മില്ലി ലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം എത്രയാണ്? 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ. ആരോഗ്യവാനായ ഒരു മനുഷ്യനിൽ 1 ഘന മില്ലി ലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ്. രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? RH ഘടകം. രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം RH ഘടകമാണ്. രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയതാരാണ്? കാൾ ലാൻഡ് സ്റ്റെയ്നർ. രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയത് കാൾ ലാൻഡ് സ്റ്റെയ്നറാണ്. RH ഘടകമുള്ള രക്തഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരെന്താണ്? പോസിറ്റീവ് ഗ്രൂപ്പ്. RH ഘടകമുള്ള രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത് പോസിറ്റീവ് ഗ്രൂപ്പ് എന്നാണ്. RH ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത് നെഗറ്റീവ് ഗ്രൂപ്പ് എന്നാണ്. RH ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത് നെഗറ്റീവ് ഗ്രൂപ്പ് എന്നാണ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 300 മില്ലി ലിറ്റർ. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് 300 മില്ലി ലിറ്റർ ആണ്. രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട പ്രായം എത്രയാണ്? 18 വയസ്സ്. രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട പ്രായം 18 വയസ്സാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത് 3 മുതൽ 4 മാസത്തിൽ ഒരിക്കലാണ്. 3 മുതൽ 4 മാസത്തിൽ ഒരിക്കലാണ് ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ പാടുള്ളൂ. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവത്രിക ദാതാവ് എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും നൽകാൻ സാധിക്കുന്ന രക്തഗ്രൂപ്പ് ഏതാണെന്ന്. എല്ലാ ഗ്രൂപ്പുകാർക്കും നൽകാൻ സാധിക്കുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. അപ്പോൾ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? അത് AB ഗ്രൂപ്പാണ്. എല്ലാവരിൽ നിന്നും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് സാർവത്രിക സ്വീകർത്താവ് എന്ന് AB ഗ്രൂപ്പ് അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O പോസിറ്റീവ് ഗ്രൂപ്പാണ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ് ഗ്രൂപ്പാണ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? AB നെഗറ്റീവ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് AB നെഗറ്റീവാണ്. വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം കാണുന്ന ഒരു രക്തഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ്. വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം കാണുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ബോംബെ ഗ്രൂപ്പാണ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. ആൻറ്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പ്. ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പുമാണ്. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 3 മുതൽ 8 മിനിറ്റ് വരെ. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 3 മുതൽ 8 മിനിറ്റ് വരെയാണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു ഏതാണ്? കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു കാൽസ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ K ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജനാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ത്രോംബോകൈനേസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ് ആണ്. രക്തബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ. രക്തബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്നത് ഊഷ്മാവ് എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു എന്താണ്? സോഡിയം സിട്രേറ്റ്. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ആണ്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ്? ഹെപ്പാരിൻ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിനാണ്. രക്തം കട്ടപിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് സീറം. രക്തം കട്ടപിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകം ഏതാണ്? സീറം. രക്തദാനം ചെയ്യുമ്പോൾ
പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? അഗ്ലൂട്ടിനേഷൻ. രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. കൃത്രിമ രക്തത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഹീമോപ്യൂവറും പോളിഹീമും. കൃത്രിമ രക്തത്തിന് ഉദാഹരണങ്ങളാണ് ഹീമോപ്യൂവറും പോളിഹീമും. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? സിരകളാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകൾ സിരകളുമാണ്. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ധമനികളും അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകൾ സിരകളുമാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശ സിരയാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ഏതാണ്? ശ്വാസകോശ ധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ശ്വാസകോശ ധമനിയാണ്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ സിരകളാണ്. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തം വഹിച്ചു കൊണ്ടുവരുന്ന കുഴലുകളാണ് ധമനികൾ. ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? മഹാധമനി അഥവാ അയോർട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി അഥവാ അയോർട്ടയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മഹാധമനിയാണ്. പേരിൽ നിന്ന് അറിയാം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനിയാണ്. ലോക രക്തദാന ദിനം എന്നാണ്? ജൂൺ 14. ലോക രക്തദാന ദിനം ജൂൺ 14 ദേശീയ രക്തദാന ദിനം എന്നാണ്? ഒക്ടോബർ 1. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 അപ്പോൾ ലോക രക്തദാന ദിനം ജൂൺ 14 ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 എ രക്തഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? എ ഗ്രൂപ്പിനും എ ബി ഗ്രൂപ്പിനും. ഈ ഭാഗം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. എ ഗ്രൂപ്പ് രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? എ ഗ്രൂപ്പുകാർക്കും എ ബി ഗ്രൂപ്പുകാർക്കും. എ രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ സാധിക്കും? എ ഗ്രൂപ്പുകാരിൽ നിന്നും ഒ ഗ്രൂപ്പുകാരിൽ നിന്നും. എ രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ സാധിക്കും? എ ഗ്രൂപ്പുകാരിൽ നിന്നും ഒ ഗ്രൂപ്പുകാരിൽ നിന്നും. ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? ബി ഗ്രൂപ്പുകാർക്കും എ ബി ഗ്രൂപ്പുകാർക്കും. ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്കാണ് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത്? ബി ഗ്രൂപ്പുകാർക്കും എ ബി ഗ്രൂപ്പുകാർക്കും. ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ സാധിക്കും? ബി ഗ്രൂപ്പുകാരിൽ നിന്നും ഒ ഗ്രൂപ്പുകാരിൽ നിന്നും. ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ബി രക്തഗ്രൂപ്പുകാരിൽ നിന്നും അതുപോലെ ഒ രക്തഗ്രൂപ്പുകാരിൽ നിന്നും രക്തം ഇങ്ങോട്ട് സ്വീകരിക്കാൻ സാധിക്കും. എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? എ ബി രക്തഗ്രൂപ്പുള്ള ആൾക്ക് എ ബി രക്തഗ്രൂപ്പുള്ള ആളിന് മാത്രമേ രക്തം ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എ ബി രക്തഗ്രൂപ്പുള്ള ആൾക്ക് അതേ ഗ്രൂപ്പ്, അതായത് എ ബി ഗ്രൂപ്പ് രക്തഗ്രൂപ്പുള്ള ആൾക്ക് മാത്രമേ രക്തം ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ സാധിക്കും? എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്. എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ് ഇത്രയും ഗ്രൂപ്പുകാരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ സാധിക്കും. ഒ രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്. ഒ രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ് ഇത്രയും ഗ്രൂപ്പുകാർക്ക് രക്തം അങ്ങോട്ട് ദാനം ചെയ്യാൻ സാധിക്കും. ഒ രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാരിൽ നിന്നും രക്തം ഇങ്ങോട്ട് സ്വീകരിക്കാൻ സാധിക്കും? ഒ ഗ്രൂപ്പുകാരിൽ നിന്ന് മാത്രം. ഒ രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഒ ഗ്രൂപ്പുകാരിൽ നിന്നും മാത്രമേ രക്തം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിറമില്ലാത്ത ദ്രാവക സംയോജക കലയാണ് ലിംബ് അഥവാ ലസിക.
നിറമില്ലാത്ത ദ്രാവക സംയോജക കലയാണ് ലിംബ് അഥവാ ലസിക. രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംബാണ്. രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംബാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ലസികാഗ്രന്ഥി ഏതാണ്? പ്ലീഹ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ലസികാഗ്രന്ഥി പ്ലീഹയാണ്. ലിംബ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മന്ദരോഗം. ലിംബ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മന്ദരോഗം. ലിംബ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹ. ലിംബ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ്. ശരീരത്തിലെ ആയുധപ്പുര എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? പ്ലീഹ. ശരീരത്തിലെ ആയുധപ്പുര എന്നറിയപ്പെടുന്ന അവയവം പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേർത്ത രക്തക്കുഴലാണ് ലോമികകൾ. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേർത്ത രക്തഗ്രൂപ്പാണ് ലോമികകൾ. ലോമികകളിലൂടെ രക്തം ഒഴുകുമ്പോൾ ഊർന്നിറങ്ങുന്ന ദ്രാവകമാണ് ലിംബ്. ലോമികകളിലൂടെ രക്തം ഒഴുകുമ്പോൾ ഊർന്നിറങ്ങുന്ന ദ്രാവകമാണ് ലിംബ്.